ഹബീബുള്ള മാഷ്, ട്രെയിനർമാരായ അബ്ബാസ് മാഷ്, സലാഹുദ്ദീൻ മാഷ് ഉൾപ്പെടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്നത്തെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ബഹുമാന്യരായ ഹൈസ്കൂൾ ഹെഡ് മാഷന്മാരുണ്ട്, പ്രിൻസിപ്പൽമാരുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പ്രൈമറി ഹെഡ് മാഷന്മാർ. 16/10 നമ്മൾ ലാസ്റ്റ് കോൺഫറൻസ് ചേർന്നത്. അതിനുശേഷമുള്ള രണ്ടാമത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഒരല്പം വൈകിപ്പോയി. നമ്മൾ എല്ലാ മാസങ്ങളിലും യോഗം ചേരാറുണ്ടെങ്കിലും മേളകളുടെ ഒരു തിരക്ക് കാരണം ഒരല്പം നീണ്ടുപോയി. എന്നാൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള എച്ച്എംമാരുണ്ടായതുകൊണ്ട് 3 മേളകൾ, ഒന്ന് കായിക മേള, അത് മണ്ണാർക്കാട് MESലും അലനല്ലൂർ GVHSലാണ് നടന്നത്. രണ്ടാമത്തേത് സബ് ജില്ലാ ശാസ്ത്രമേള, അത് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അതിനുശേഷം കലാമേള, അത് മണ്ണാർക്കാട് ദാറുൽ നജാത്ത് സ്കൂളിലും തൊട്ടടുത്തുള്ള അരകുർശി സ്കൂളിലും, അതുപോലെ ശാസ്ത്രമേള സെൻറ്റ് ഡൊമിനിക് തച്ചമ്പാറയിൽ ഉൾപ്പെടെ വിവിധ വിദ്യാലയങ്ങളിൽ മേളകൾ നടന്നു. അതുപോലെ വിദ്യാരംഗത്തിൻ്റെ സബ് ജില്ലാ തലത്തിലുള്ള പരിപാടിയും മേഖലാ തലങ്ങളിലുള്ള പരിപാടിയും, കായികമേള LP കായികമേള, അതുപോലെ കലാമേള LP, എല്ലാ മേളകളും എല്ലാം അവസാനിച്ചു. എല്ലാം വളരെ വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. അതിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും, പ്രത്യേകിച്ച് ഹെഡ്മാഷന്മാരാണ് അതിൻ്റെ ഒരു അച്ചാണികളായിട്ട് പ്രവർത്തിച്ചത്. കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ വിജയിക്കണമെങ്കിൽ കാര്യമായിട്ട് വേണ്ടത് ഫണ്ടാണ്. ആ ഫണ്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ടാണ് ആ പരിപാടികൾ വിജയിപ്പിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് കിട്ടിയത്. മാത്രമല്ല, ഏതൊരു കാര്യം ഏത് സമയത്ത് പറഞ്ഞാലും അത് സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നതിൽ നിങ്ങൾ കാണിച്ച ശുഷ്കാന്തി തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും സബ് ജില്ലയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ആദ്യം അറിയിക്കുകയാണ്. കലാമേളയുടെ അവസാനം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് സ്വാഭാവികമാണെന്ന് ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതിയായിരുന്നു. വിജയത്തിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പിൽ കുട്ടികളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറിയ സംഗതി വരും വർഷങ്ങളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നമുക്ക് അടുത്ത വർഷം നേരത്തെ സ്വീകരിക്കാം. ഏതായാലും വന്നു പോയത് ആർക്കെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ സബ് ജില്ലയുടെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് നിങ്ങളോടുള്ളൊരു ക്ഷമാപണം കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കാരണം ചില വിദ്യാലയങ്ങൾക്ക് അതിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ തുടർന്ന് പോകുന്നു. ബാക്കിയുള്ള എല്ലാ മേളകളും, വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും വളരെ സമുചിതമായി വിദ്യാലയങ്ങളുടെ സഹകരണത്തോടെ നടന്നു. അതിലുള്ള നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഹൈസ്കൂളിൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട BRCയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അവരെ കൂടി വിളിച്ചത്. ഒരു കുറച്ച് സമയം അതുമായി ബന്ധപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിയേണ്ടതും കൂടിയാണ് പറഞ്ഞുകൊണ്ട് മാഷക്ക് ഞാൻ കൈമാറും. ആദ്യമായിട്ട് ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട പല പരാതികളും നമ്മുടെ ഓഫീസിൽ കിട്ടാറുണ്ട്. കൃത്യമായ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ 1-2 സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കഴിക്കേണ്ടി വന്ന് ഞാൻ മോശപ്പെടുത്തി പറയില്ല. അപ്പോൾ എന്നും ചില കുട്ടികളിൽ കിട്ടിയ പ്രതികരണം ഒരേപോലുള്ള വിഭവങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ പലപ്പോഴും പല രക്ഷിതാക്കളും വിളിച്ച് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു LP സ്കൂളിൽ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട, ഞാൻ ചെറുതാക്കി പറയില്ല, LP സ്കൂളുകളിൽ UPക്ക് അത്രയും LP സ്കൂളുകളിൽ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ കുറച്ചും കൂടി മേലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കാരണം പലപ്പോഴും വിചാരിച്ച അത്ര ഒരു മെച്ചത്തിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് ചില ഭാഗത്തു നിന്ന് എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യ കാലത്തൊന്നും അതിനെ വല്ലാതെ ഒന്നും പറയാതിരിക്കാൻ കാരണം 2-3 മാസം പണ്ട് വൈകിയപ്പോൾ നിങ്ങളൊക്കെ മുഖത്തുണ്ടായിരുന്നൊരു പ്രയാസങ്ങൾ, ആ ഒരു പ്രയാസം പരിഗണിച്ചുകൊണ്ട് എൻ്റെ മോനോടടക്കം നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് കാര്യമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, അതായത് ഇപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ വേണ്ട പോലെ അത് രേഖപ്പെടുത്താതെ തന്നെ പോരുന്ന. കാരണം നമ്മൾ അധ്യാപകർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് പ്രധാന അധ്യാപകർ ആ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ ഒക്ടോബർ വരെയുള്ള എല്ലാ ഫണ്ടും വിതരണം ചെയ്ത് കഴിഞ്ഞു. നവംബർ മാസത്തെ ഫണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി വിതരണം ചെയ്യാനുള്ളത്. അപ്പോൾ കാര്യമായിട്ട് അതിൽ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറവെന്ന് ഞാൻ പറയില്ല, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല മെച്ചപ്പെട്ട ഉച്ചഭക്ഷണം കൊടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട HMമാർ ജാഗ്രത പാലിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഡെയിലി വേജസിൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു സംഗതി. ഇപ്പോൾ ഈ വർഷം തന്നെ 120ഓളം ഡെയിലി വേജസിൻ്റെ ഫയലുകളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഒരു ഡെയിലി വേജസിൻ്റെ ഫയൽ എടുത്താൽ 9 ഫയലുകളുണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഹൈസ്കൂൾ ഹെഡ്മാഷന്മാർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. ഒരു നിയമന ഫയലിൻ്റെ കൂടെ 9 ഫയലുകളുണ്ടാവും. ഈ 9 ഫയലൊന്ന് ജാഗ്രതയോടെ കൈകാര്യം ചെയ്താൽ, നിങ്ങൾക്കറിയാം, ആദ്യം നമ്മളെ ലോഗിനിൽ വന്ന് ക്ലർക്ക് ലോഗിനിൽ പോയി സൂപ്രണ്ട് ലോഗിനിൽ വന്ന് വീണ്ടും AEയുടെ അല്ലെങ്കിൽ DEയുടെ ലോഗിനിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഫയൽ
ഒരു പ്രാവശ്യം പോവുക. പിന്നെ അത് ഇതേപോലെ തിരിച്ചു പോകുമ്പോഴേക്കും മുകളിലത്തെ പായൽ അടിയിലേക്ക് പെട്ടിട്ടുണ്ടാവും. പിന്നെ ദിവസങ്ങളോളം വൈകുകയാണ്, 10-15 ദിവസം രണ്ടാമത് ആ പായൽ വരാൻ വൈകുകയാണ്. ഒന്ന് ചെറിയൊരു ശ്രദ്ധ മാനേജർമാരോട് നിങ്ങൾ പറഞ്ഞിട്ട്, മാനേജർമാർ പറഞ്ഞാൽ നമ്മൾ അത്ര തന്നെ ഈ കാര്യത്തിൽ അത്ര ജാഗ്രത ഉണ്ടായിക്കൊള്ളുന്നില്ല. 2 കാര്യങ്ങൾ നമ്മൾ മാത്രം കൊടുക്കുന്നതാണ്. ഒന്ന് ജോയിനിങ് റിപ്പോർട്ട്. വളരെ പരിതാപകരമെന്ന് പറയട്ടെ, ജോയിനിങ് റിപ്പോർട്ട് എഴുതാൻ പോലും പലപ്പോഴും നമ്മൾ ഹെഡ്മാസ്റ്റർമാർ കാണിക്കുന്ന പ്രയാസം എന്താണെന്ന് എനിക്കറിയില്ല. ഒരാൾ ജോയിൻ ചെയ്തു എന്ന് പറയണമെങ്കിൽ അയാൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ജോയിൻ ചെയ്തു എന്നല്ലല്ലോ പറയാം. 10-12-2022 മുതൽ പിന്നെ 1-3-2023 വരെ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ. ഇന്ന ദിവസം നമ്മളത് ഒറ്റ 2-3 വാചകമേ വേണ്ടുള്ളൂ. ഇന്ന ആൾ ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ്, ഇന്ന ആൾ ഇന്ന പോസ്റ്റിൽ, ഇന്ന ആളുടെ വേക്കൻസിയിൽ, അതും കൂടി കൃത്യമായിട്ട് എഴുതണം. ലീവ് വേക്കൻസിയിലാണ് മിക്കവാറും ഡെയിലി വേക്സ് പോസ്റ്റ് ചെയ്യാം. അപ്പം ഇന്ന ആളുടെ വേക്കൻസിയിൽ ഇന്ന പോസ്റ്റിൽ, ഇപ്പോൾ ചിലപ്പോൾ കാണാം അറബിക്കിൽ മാത്രം എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടാവും. ഈ ഹിന്ദിക്ക് ചിലപ്പോൾ UP സ്കൂളിൽ പോസ്റ്റ് ഉണ്ടാവുള്ളൂ, അറബിക്ക് LP ഉണ്ടാവും, UP ഉണ്ടാവും. അപ്പോൾ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ആണെങ്കിൽ LP ആണെങ്കിൽ അങ്ങനെ എഴുതാം, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് UP ആണെങ്കിൽ അങ്ങനെ എഴുതാം. വെറും അറബിക്ക് FT എന്ന് മാത്രം എഴുതിയേക്കുന്ന പ്രവണത. അതുപോലെ ഹിന്ദിയിൽ മാത്രം എഴുതിയേക്കണം ഹിന്ദി ടീച്ചർ എന്ന് പറഞ്ഞൊരു തസ്തികയല്ല. അവരുടെ തസ്തികയുടെ പേരെന്താ? ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി UP, അങ്ങനെയാണ് തസ്തികയുടെ പേര്. അവർ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ, ഹൈസ്കൂൾ ടീച്ചർ ആണെങ്കിൽ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ കൃത്യമായിട്ട് ജോയിനിങ് റിപ്പോർട്ട് എഴുതുന്ന കാര്യത്തിൽ ഒരു ജാഗ്രത. ഇത് 2-ാമതും 3-ാമതും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ നേരെ നോക്കി ഫോട്ടോ എടുത്ത് അതായത് SMമാർക്ക് അയച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് മാനേജർക്ക് അയക്കുമ്പോൾ നമ്മുടെ വിവരക്കേട് മാനേജർമാരും കൂടി അറിയാം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ കാര്യം ഓരോരുത്തരും വിളിച്ചിട്ടുണ്ടാവും, കാണിച്ചു തരാണ്. അതുപോലെ സ്റ്റാഫ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ മാനേജർ ഒപ്പിടേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം HM കൊടുത്താൽ മതി, അതിന് മാനേജർമാർക്ക് തരേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് ലിസ്റ്റിൻ്റെ ഫോർമാറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മാനേജർമാരെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം കൂടി ഞാൻ 2-ാമത് വീണ്ടും റിമൈൻഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അതേ ക്രമത്തിലല്ലാതെ തന്നാൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റാഫ് ലിസ്റ്റ് കൃത്യമായിട്ട് വെക്കുക. പെൻ നമ്പർ അതിൽ ഉണ്ടായിരിക്കണം, ജോയിൻ ചെയ്ത ഡേറ്റ് കൃത്യമായിരിക്കണം. എക്സൽ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, കമ്പ്യൂട്ടറിൽ മിക്കവാറും ചിലപ്പോൾ ആദ്യം ഡേറ്റ് മന്ത് ഇയറാണ്, ചിലതിൽ മാറിപ്പോയിട്ടുണ്ടാകും. ആദ്യം മന്ത്, പിന്നെ ഡേറ്റ്, പിന്നെ ഇയർ. 1-12-2021 ചിലപ്പോൾ 12-1 ആയിരിക്കും. അപ്പോൾ അത് മാറുന്നുണ്ടോയെന്നൊന്ന് നോക്കുക. റിമാർക്സ് കോളത്തിൽ കൃത്യമായിട്ട് ലീവ് എടുത്ത ആളാണെങ്കിൽ ഇന്ന ആൾ ലീവ് എടുത്തു എന്ന് എഴുതുക. പുതിയ ആൾ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന ആളെ വേക്കൻസിയിൽ ഇന്ന ആൾ ജോയിൻ ചെയ്തു എന്നൊന്ന് എഴുതി വെക്കുക. നോട്ട് അപ്രൂവ്ഡ് ആണെങ്കിൽ നോട്ട് അപ്രൂവ്ഡ് എന്ന് എഴുതുക. അത് കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ഈ ഫയൽ വൈകാതെ തന്നെ, വേറെ ഒന്നും നോക്കാനില്ല. ഡെയിലി വൈസ് ഒരാൾ ഒഴിവിലാണല്ലോ, അപ്പോൾ ഒരാൾ ഒഴിവുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ, പുതിയ പോസ്റ്റല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് പൂരിപ്പിക്കുന്ന കാര്യത്തിൽ HMമാർ ജാഗ്രത പാലിക്കുക. മാത്രമല്ല മാനേജർമാർ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് അതൊന്ന് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് സീനിയോറിറ്റി ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. സീനിയോറിറ്റി ലിസ്റ്റ് എല്ലാ വിദ്യാലയങ്ങളും, ഗവൺമെൻറ് അല്ലേ പറയണത്, എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളും എല്ലാ മാസവും ജനുവരിയിൽ സീനിയോറിറ്റി ലിസ്റ്റ് ഒപ്പിട്ട് വെക്കണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പുതിയ ഹെഡ്മാഷ് വരുമ്പോൾ അതല്ലെങ്കിൽ HM ലീവ് എടുത്തിട്ട് പുതിയ ഒരാൾക്ക് ചാർജ് കൊടുക്കുമ്പോൾ സീനിയോറിറ്റി ലിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിയില്ല. ഗവൺമെൻറ് സ്കൂളത് അറിയാത്തതെന്ന് വെച്ചാൽ സർക്കാർ സീനിയോറിറ്റി ലിസ്റ്റ് സമയങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകാർ എല്ലാ വർഷവും അതിനൊരു പണിയില്ല, ഈ സ്റ്റാഫ് ലിസ്റ്റിൽ തന്നെ മാനേജർ ഒപ്പിടുന്ന ഒരു സംഗതിയാണ്. മാനേജർ ഒപ്പിടണം, അതുപോലെ എല്ലാ അധ്യാപകരും അതിൽ ഒപ്പിടണം. കാരണം അവരെ സീനിയോറിറ്റി ബാധിക്കുന്ന സംഗതിയാണല്ലോ. എല്ലാ ജനുവരിയിലും ഈ വർഷം നമുക്ക് തുടങ്ങി വെക്കുക, എല്ലാ എയ്ഡഡ് സ്കൂളിലും സീനിയോറിറ്റി ലിസ്റ്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിർബന്ധമായിട്ടും വേണം. എല്ലാ വർഷവും കലണ്ടർ വർഷത്തിലാണ് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ ഞങ്ങൾ മെയിൽ ചെയ്ത് അയച്ചു തരാം. അത് വെച്ചിട്ട് ഫോർമാറ്റ് തയ്യാറാക്കുക. അതിൽ ടീച്ചർ ഒപ്പിട്ട് AEO പ്രൊവിഷണലായിട്ട് അപ്രൂവ് ചെയ്ത് കഴിയണം. അത് കഴിഞ്ഞ് വീണ്ടും ടീച്ചറിലേക്ക് തന്നെ പോകണം. ടീച്ചറെ കൊണ്ട് വീണ്ടും ഒപ്പിടിച്ച് വീണ്ടും AEO എന്ത് ചെയ്യണം, ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യണം. അപ്പോഴാണ് അതൊരു സീനിയോറിറ്റി ലിസ്റ്റായിട്ട് മാറുന്നത്. ഒരു ഹെഡ്മാസ്റ്റർക്ക് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ മുമ്പ് ആരെങ്കിലും സീനിയർ കിടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ സീനിയോറിറ്റി ലിസ്റ്റ് പരിശോധിക്കണം. മാത്രമല്ല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലേക്ക് ആകുമ്പോൾ പല വിദ്യാലയങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്ന് എല്ലാവരും ഈ വർഷം ജനുവരിയിൽ എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ കുമരമ്പത്തൂർ സ്കൂളൊക്കെ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ കൊടുത്ത സമയത്താണ് ഇതിൻ്റെ പ്രയാസങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇല്ല. വേറൊരു വിദ്യാർത്ഥിയെ ചോദിച്ചപ്പോൾ 2005 HM ആയതാണ്, അതിന് ശേഷം HM മാറിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം എല്ലാവരും നിർബന്ധമായിട്ടും ഒരു HMൻ്റെ അല്ല സ്റ്റാഫിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ചെയ്തു തരാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, HMമാർ അവരുടെ സർവീസ് ബുക്ക് കൈകാര്യം ചെയ്യുന്നത് ഓഫീസിലായതുകൊണ്ട് GPIAS നോമിനേഷൻ 10 പേരാണ് ഇതുവരെ കൊടുത്തത്. ആകെ 10 പേരെ കൊടുത്തിട്ടുള്ളൂ.
എല്ലാവരുടെയും GPIS നോമിനേഷൻ നിർബന്ധമായും കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയതിന് മുമ്പായിട്ട് തരേണ്ടതായിരുന്നു. ഏതായാലും ഈ ഡിസംബർ മാസം നിർബന്ധമായിട്ടും എല്ലാവരും പുതിയ ഫോമാണ്, പഴയ ഫോം കൊടുക്കരുത്. ജീവൻ രക്ഷ എന്നൊക്കെ പറഞ്ഞൊരു മലയാളത്തിലെ ഫോമാണ്. അതില്ലെങ്കിൽ വീണ്ടും മെയിൽ ചെയ്ത് തരാം. അത് തയ്യാറാക്കിയിട്ട് ഓഫീസിൽ ഏൽപ്പിക്കണം. അത് സർവീസ് ബുക്കിൽ ഒട്ടിച്ച് വെച്ച് സർവീസ് ബുക്കിൽ അതിൻ്റെ എൻട്രി വരുത്തേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ശിശുദിന സ്റ്റാമ്പ് ഇഷ്ടമില്ലാത്തതാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല, സർക്കാരിന് കിട്ടുന്നതാണ്. ശിശുദിന സ്റ്റാമ്പ് അവിടെ എത്തിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അനിലിനെ കണ്ട് എല്ലാവരും പോകുമ്പോൾ ഒന്ന് ഏറ്റ് വാങ്ങുക. കുട്ടികളിൽ നിന്ന് യാതൊരു കാരണവശാലും പിരിവെടുക്കാൻ പാടില്ല. പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടത് എനിക്കറിയില്ല. ഏതായാലും അത് HM-മാർക്ക് വിട്ടുതരുന്നതിനുള്ള എല്ലാ അധികാരങ്ങളും HM-മാർക്ക് വിട്ടുതരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുക, അധ്യാപകരിൽ നിന്ന് വാങ്ങാം. ഈ വല്ല പിന്നെ അബ്സ്ട്രാക്റ്റൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാർ ഒരു 100 രൂപ കൊടുത്തിട്ട് സ്റ്റാമ്പ് കൊടുത്തിട്ട് വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പെടുന്നു. പിന്നെ മറ്റൊരു സംഗതി, IEDC ഇപ്പോൾ 350ഓളം കുട്ടികൾ IEDC ഫയൽ കൈകാര്യം ചെയ്തപ്പോൾ 36 കുട്ടികളുടെ അക്കൗണ്ടുകൾ തെറ്റായിരുന്നു. നമ്മൾ അക്കൗണ്ട് കൊടുക്കുമ്പോൾ കൃത്യമായ ബാങ്ക്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ അതൊന്ന് കൃത്യമാക്കിയിട്ട് വെക്കുക. അത് അതിൻ്റെ കോപ്പി നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് വാങ്ങി വെക്കുമല്ലോ, അതൊന്ന് വെരിഫൈ ചെയ്യുക. ഒന്ന് നമ്മളൊന്ന് വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മാഷ കൈ കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് വായിപ്പിച്ച് അത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ കൊടുത്ത് തിരിച്ചു വരുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ യൂണിഫോമിൻ്റെ കളർ കോഡ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. യൂണിഫോം മാറ്റമുണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഫുള്ളായിട്ട് കളർ കോഡ് അടക്കമുള്ള സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻറ്റൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കയ്യിലെല്ലാം കൊടുത്തു തന്നെയാണെങ്കിൽ മാറ്റമില്ല. പുതിയത് കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ കോഡ് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് അത് ഓരോന്നിൻ്റെ സ്കേർട്ടിൻ്റെ വേറുണ്ട്, അതുപോലെ പാൻസിൻ്റെ വേറുണ്ട്, സ്യൂട്ടിങ് വേറുണ്ട്, ഓരോന്നും തിരഞ്ഞെടുത്ത് കൊടുക്കണം. അത് ഓഫീസിൽ ലഭ്യമാണ്. അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട കളർ കോഡുകൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. പിന്നെ മറ്റൊന്ന്, പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ DD ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ നമ്മളെ പ്രീ പ്രൈമറിയിലെ ടീച്ചേഴ്സിനും ആയമാർക്കും ഒരു ട്രെയിനിങ് 22, 23 തീയതികളിൽ നമ്മൾ ധാരണജാത്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നലെ DD മീറ്റിങ്ങിൽ വന്നൊരാശയം, മോഡൽ പ്രീ പ്രൈമറി ഉള്ള ഒരു സ്കൂൾ വെച്ച് നടത്തുകയാണെങ്കിൽ, അതായത് 10 ലക്ഷം രൂപയുടെ സ്റ്റാർസ് പദ്ധതി നടപ്പിലാക്കിയ ഒരു സ്കൂൾ വെച്ച് നടത്തുകയാണെങ്കിൽ ഈ ടീച്ചേഴ്സിനും ആയമാർക്കും അത് കാണാനും അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് GMUPയിൽ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു. 22, 23 സ്കൂൾ അവധി ആയതുകൊണ്ട് നമുക്ക് നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ മതിയാവില്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും സ്ഥലം നമുക്ക് കാണാം. ഏതായാലും അത് ഡേറ്റ് കൃത്യമായിട്ട് അറിയിക്കുമ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചറെയും ആയയെയും അംഗീകാരമുള്ളവരെയാണ് പറയുന്നത്. അംഗീകാരമുള്ള ശമ്പളം വാങ്ങുന്ന, അതല്ലെങ്കിൽ അരിയും ഭക്ഷണവും കൊടുക്കുന്ന, അതിന് കൃത്യമായിട്ട് അറിയിപ്പ് വരും. അവരെ കൃത്യസമയത്ത് പങ്കെടുപ്പിക്കുക. കാരണം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ തുടക്കം എന്ന് പറയുന്നത് പണ്ടൊക്കെ 1-ാം ക്ലാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രീ പ്രൈമറിയാണ്. അവിടെ കുട്ടികൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടാൽ പിന്നീടുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ജീവിതം അവസാനം വരെ മടുപ്പ് തുടരും. അപ്പോൾ അവിടെ നല്ല ട്രെയിൻഡായ പരിശീലനം ലഭിച്ച ടീച്ചേഴ്സാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതും രസകരവുമായിട്ട് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി 10 ലക്ഷം രൂപ വരെയൊക്കെയാണ് സർക്കാർ ഇപ്പോൾ ഓരോ സ്കൂളുകൾക്കും അനുവദിച്ച് കൊടുക്കുന്നത്. ആദ്യഘട്ടം നിലയ്ക്ക് ഏതാണ്ട് 10-12ഓളം വിദ്യാലയങ്ങളിൽ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്കൂളുകൾക്കും ഘട്ടം ഘട്ടമായിട്ട് സ്റ്റാർസിൻ്റെ ഫണ്ട് സർക്കാർ സ്കൂളുകൾക്കാട്ടോ, മറ്റുള്ള സ്കൂളുകൾക്ക് സർക്കാർ സ്കൂളുകൾക്ക് കൊടുക്കും. അതിൻ്റെ ആൾക്കാർ BPC-മാരാണ്. അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ അഗളി സ്കൂളുണ്ട്, കണ്ണാർക്കാടുണ്ട്, കപ്പട സ്കൂളുണ്ട്, കർക്കിടംകുന്ന് സ്കൂളുണ്ട്, അതുപോലെ മാണിക്കപ്പറമ്പ് സ്കൂളുണ്ട്. ഒരുപാട് വിദ്യാലയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പല സ്കൂളുകളിലും അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പൊറ്റശ്ശേരി സ്കൂൾ അടക്കം പല വിദ്യാലയങ്ങളിലും. അത് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും രസകരവും നമ്മൾ ഏത് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്കാൾ പോകുന്നതിനേക്കാൾ പിന്നെ മികച്ച ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഏത് സ്ഥാപനങ്ങൾ വിടാതെ അവരവിടെ തന്നെ പഠനം തുടരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ 22, 23 തീയതികളിലാണ് ഇപ്പോൾ ട്രെയിനിങ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അറിയിപ്പ് കിട്ടുമ്പോൾ ശമ്പളം വാങ്ങുന്ന, അതല്ലെങ്കിൽ സർക്കാരിന് സഹായം കിട്ടുന്ന പ്രീ പ്രൈമറിയിലെ അധ്യാപകരെയും ആയമാരെയും ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക. 3 ദിവസമാണ് ട്രെയിനിങ്. 1 ഹെഡ്മാസ്റ്റർമാർക്കാണ് അതിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനാണ് 22-ാം തീയതി, 23-ാം തീയതിയും ടീച്ചേഴ്സിനുമുണ്ട്. ഒപ്പം ആയമാർക്ക് 2 കൂട്ടി ഒരുമിച്ച് എത്തിക്കൊണ്ടുള്ള ട്രെയിനിങ്ങാണ് 2ാമത്തെ ദിവസം. അപ്പോൾ അതിലും തന്നെ കൃത്യസമയത്ത് പങ്കെടുപ്പിക്കുന്നതിൽ HM-മാർ ശ്രദ്ധ പുലർത്തണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പറയാനുള്ളത്. ഇതൊരു 30 പേജിലൊരു അറിയിപ്പ് സർക്കാർ തന്നതാണ്. ഞാൻ ചുരുക്കി പറയും, കാരണം BPC-മാർക്ക് സമയം ഒരുപാട് വേണ്ടി വരും. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി 2 ടേം കഴിഞ്ഞു. 1ാമത്തെ ടേമിൽ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ യോന്നി. 2ാമത്തെ ടേമായപ്പോൾ കലാമേളകളും കായികമേളയും ശാസ്ത്രമേളയൊക്കെ കാരണം പല വിദ്യാലയങ്ങളിലും പഠനം കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അങ്ങനെ 100% ഇല്ല കേട്ടോ. പല വിദ്യാലയങ്ങളിലും തിരക്ക് കാരണം ശാസ്ത്രമേള വിജയിപ്പിക്കേണ്ടതും അധ്യാപകരാണ്.
കലാമേള വിജയിപ്പിക്കേണ്ടതും അധ്യാപകരാണ്, കായികമേള വിജയിപ്പിക്കേണ്ടതും അധ്യാപകരാണ്. എനിക്ക് തോന്നുന്നത് ഹൈസ്കൂളിനെ അപേക്ഷിച്ച് പ്രൈമറി വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് ഇതിൽ കൂടുതലായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സോണൽ കായികമേളയ്ക്ക് സമയം പോയി, സോണൽ കായികമേളക്കും കലാമേളക്കും സമയം പോയി, വിദ്യാരംഗത്തിൻ്റെ സോണൽ പരിപാടിക്ക് സമയം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ ടൈമിൽ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പോവുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, മാർച്ച് മാസത്തിൽ പരീക്ഷ നടക്കാം. അപ്പോൾ ഈ 2 മാസം ഇനി ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഞങ്ങളെല്ലാ പരിപാടിയും അവസാനിച്ചു. ഇനി സർക്കാരിൻ്റെ നിർദ്ദേശം ഡയറ്റ്, അതുപോലെ BPCമാർ, അതേപോലെ തന്നെ AEOമാർ, ഈ ഫാക്കൽറ്റികൾ ഒരുമിച്ച് കൊണ്ട് ഓരോ വിദ്യാലയങ്ങളിൽ പോയിട്ട് അവിടുത്തെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രക്രിയ നടക്കാൻ പോവുകയാണ്. അതിന് മോണിറ്ററിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മോണിറ്ററിംഗ് പരിപാടി സമഗ്രമായി, അത് വളരെ കൃത്യമായി ജനുവരി 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ കയറി വരികയല്ല, നേരത്തെ കൂട്ടി പറയും. ഭക്ഷണം ഒരുക്കാനല്ല പറയണത്, അവിടുത്തെ ബാക്കിയുള്ള വിഭവങ്ങൾ കൃത്യമായിട്ട് ഒരുക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി ഒരു വിദ്യാലയത്തിന് അറിയിപ്പ് കൊടുത്തും വരും, ഒരു വിദ്യാലയത്തിന് അറിയിപ്പ് കൊടുക്കാതെയും വരും. അതായത് ഒരു ദിവസം 2 വിദ്യാലയങ്ങളിൽ കയറും, ഒരു വിദ്യാലയത്തിൽ നേരത്തെ അറിയിപ്പ് കൊടുക്കും. പിന്നീട് അതൊരു പഞ്ചായത്തിൽ ഒന്നാണ് ഇപ്പോൾ കണക്കാക്കാൻ. ആദ്യത്തെ 13 പഞ്ചായത്തുകൾ, നമ്മൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അടക്കം 13 പഞ്ചായത്തുകൾ. അപ്പോൾ 13 ദിവസങ്ങളിൽ അങ്ങനെ പോകും. 13 ദിവസങ്ങളിൽ പറയാതെയും പോകും. അതായത് ഒരു ദിവസം തന്നെ 2 എണ്ണം വെച്ച് പോകുന്നൊരു ഏർപ്പാട്. അപ്പോൾ അത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു സർക്കുലർ, സർക്കാർ മോണിറ്ററിങ്ങിൻ്റെ പേരിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെയിലായിട്ടോ മറ്റോ ഷെയർ ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുമ്പോൾ നിർബന്ധമായും സ്കൂളുകൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ 3 തരത്തിലുള്ള മോണിറ്ററിംഗ് ആണ് നടക്കേണ്ടത്. 2 തരത്തിൽ. ഒന്ന് ടീച്ചർ സ്വയം നടത്തുന്ന ഒരു സംഗതി, രണ്ടാമത്തേത് പ്രധാനാധ്യാപകൻ നടത്തുന്നത്, മൂന്നാമത്തേത് ഞങ്ങൾ ബാഹ്യ ഏജൻസി നടത്തുന്നത്. 2 എണ്ണം സ്കൂളിൻ്റെ അകത്ത് നടക്കുന്നതും 1 സ്കൂളിൻ്റെ പുറത്തുള്ള ഏജൻസികൾ നടക്കുന്ന സംഗതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അധ്യാപകൻ നടത്തുന്ന സ്വയം വിലയിരുത്തലാണ്. അതിൽ ചെറുതായി കാണാൻ പാടില്ല, കാരണം അധ്യാപകനാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം, ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വന്നു പോയതുകൊണ്ടൊന്നും ആ ക്ലാസ്സിൻ്റെ സാഹചര്യം മെച്ചപ്പെടില്ല. അന്ന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സംഗതിയൊക്കെ ടീച്ചറുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് മാത്രമായില്ല. അപ്പോൾ ടീച്ചറുടെ സ്വയം വിലയിരുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് സ്വയം വിലയിരുത്തലിനൊരു പ്രത്യേക ഫോർമാറ്റ് തന്നെ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചർ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ഒന്ന്, വിഷയത്തിലും ബോധനശാസ്ത്രത്തിലുമുള്ള അറിവ് അത് ടീച്ചർക്ക് ഉണ്ടോ എന്നുള്ളത് ടീച്ചർ സ്വയം വിലയിരുത്തണം. അത് വളരെ മികച്ചതുണ്ട്, മെച്ചപ്പെടേണ്ടത്, പൂർണ്ണമായും മാറേണ്ടത്. ഞാൻ അത് പൂർണ്ണമായിട്ട് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ അതിന് വേണ്ടി വരും. ഇപ്പോൾ വായിക്കണില്ല. വിഷയത്തിലും ബോധനശാസ്ത്രത്തിലുള്ള അറിവ് പലപ്പോഴും പല അധ്യാപകരും ജോലിയിൽ കയറുന്നതിന് മുമ്പ് വായിച്ച പുസ്തകങ്ങളായിരിക്കും ഇപ്പം കയ്യിലുണ്ടാകുക. അപ്പോൾ കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, ഞാൻ പറയുന്നു, നമ്മൾ മറ്റുള്ള ജീവനക്കാർക്കൊക്കെ ആഴ്ചയിൽ 6 ദിവസമാണ് ജോലിയെങ്കിൽ അധ്യാപകരുടെ ജോലി ആഴ്ചയിൽ 5 ദിവസമാണ്. നമ്മൾ എന്ത് സമരം ചെയ്താലും നമ്മൾ നേടിയെടുത്തൊരു സംഗതി ഉണ്ട്, 6 പ്രവൃത്തി ദിവസങ്ങൾ നമ്മൾ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഈ 6ാമത്തെ പ്രവൃത്തി ദിവസം നമുക്ക് മാറ്റിവെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് വീട്ടിലിരുന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് കൃത്യമായി അടുത്തൊരാഴ്ചയിലേക്കുള്ള പ്ലാനിങ്, അതിനാണ് നമുക്ക് ആഴ്ചയിൽ 1 ദിവസം അധികമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾ ഇപ്പോൾ ആ വീട്ടിലിരുന്ന് അന്ന് തന്നെ നിർവഹിക്കണമെന്നൊന്നുമില്ല. ക്ലാസ്സിൽ പോകാൻ ആവശ്യമായ സംഗതികൾ, അത് വിഷയത്തിലും ബോധനശാസ്ത്രത്തിലുള്ള അറിവ് നേടിയെടുക്കാനാണ് നമ്മൾ ടീച്ചർ ആദ്യം ശ്രമിക്കേണ്ടത്. പിന്നെ അത് ടീച്ചിങ് മാനുവലാക്കി മാറ്റുന്ന പ്രക്രിയ. ടീച്ചിങ് മാനുവലൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത് ദൈനംദിന മാനുവൽ തന്നെ വേണം. നമ്മൾ ആഴ്ചക്കും മാസത്തിലും എഴുതുന്ന മാനുവലല്ല. ഓരോ ക്ലാസ്സിനും ഒരു വിഷയം തന്നെ 4 ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ ആ 4 ക്ലാസ്സിലും ഒരേ കുട്ടികളല്ല ഉള്ളത്. ചില ക്ലാസ്സിൽ വളരെ മെച്ചപ്പെട്ട കുട്ടികളുണ്ടാവും, ചില ക്ലാസ്സിൽ ആവറേജ് കുട്ടികളുണ്ടാവും, ചില ക്ലാസ്സിൽ ഒന്നുമില്ലാത്ത പഠിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ടീച്ചറുടെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം. അതിലും മെച്ചപ്പെടേണ്ടതും തീരെ പൂർണ്ണമായി മാറേണ്ടത് മികച്ചത്, വളരെ മികച്ചത്, ഇങ്ങനെ 4 ഇതുകൾ കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചർ സ്വയം വിലയിരുത്തി എഴുതണം. പിന്നെ പഠനോപകരണങ്ങളുടെ കാര്യത്തിൽ ക്ലാസ്സിലേക്ക് ആവശ്യമായ വിവിധ പഠന സാമഗ്രികൾ, അതും തന്നെ വളരെ മികച്ച സംഗതികൾ വേണം, മികച്ചത് വേണം, മെച്ചപ്പെടുത്തേണ്ടത്, ഇങ്ങനെ 4 ഐറ്റമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് SRG കൂടുന്ന സ്കൂളിൽ പോയിട്ട് SRG കൂടിയിട്ട് ഈ സംഗതി സ്കൂൾ വായിക്കണം. അത് നമ്മളിതാണ് കൊടുത്ത്, ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഗ്രൂപ്പിൽ ഇട്ടുമ്പോൾ ഇട്ടാൽ പോലെ സ്കൂൾ തലത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസാണ് അവിടെ ആക്കണം. അതുപോലെ പഠനബോധന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പലതും, സർവേ ആണെങ്കിലും, ചർച്ചയാണെങ്കിലും, സെമിനാർ ആണെങ്കിലും, അഭിമുഖമാണെങ്കിലും, പ്രൊജക്റ്റ് ആണെങ്കിലും, സഹപഠനങ്ങളാണെങ്കിലും, സഹവർത്തിത പഠനമാണെങ്കിലും, നിരീക്ഷണങ്ങളാണെങ്കിലും, അങ്ങനെ വിവിധ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംഗതി ടീച്ചർ ചെയ്തത് വളരെ മികച്ചതാണോ, മെച്ചപ്പെടുത്തേണ്ടതാണോ, അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റേണ്ടതാണോ, ഇത് ടീച്ചർ സ്വയം വിലയിരുത്തി തയ്യാറാക്കി HMന് കൊടുക്കണം.
പിന്നെ മറ്റൊന്ന് ക്ലാസ് റൂമിൻ്റെ മാനേജ്മെൻറ്റ്. ക്ലാസ് റൂമിൽ വ്യത്യസ്തങ്ങളായ കുട്ടികളുണ്ടാകും, വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള കുട്ടികൾ, വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അപ്പോൾ അവരെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു കോളം അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൻ്റെ ക്രമീകരണം, ശുചിത്വവുമായി ബന്ധപ്പെട്ടത്. പിന്നെ മറ്റൊന്ന് സ്വയം വിലയിരുത്തൽ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം സ്വയം ടീച്ചറുടെ ഇവാലുവേഷൻ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഞാനത് വായിക്കാത്ത ഒരുപാട് സമയം പോകുന്നുള്ളതാണ്. 30ഓളം പേജുണ്ട്. അപ്പോൾ ടീച്ചറുടെ വിലയിരുത്തൽ, അതാണ് CCE എന്ന് പറയുന്ന സംഗതി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അത് ടീച്ചർ നടത്തി കഴിഞ്ഞാലാണ് ആ ടീച്ചറുടെ ഒരു ഇത് പൂർത്തിയാകുക, ടീച്ചറുടെ ഘട്ടം പൂർത്തിയാകുക. പിന്നെ അതിന് ശേഷം ടീച്ചറെ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പരിഹാര ബോധനമാണ്, റെമഡിയൽ ടീച്ചിങ് ആണ്. അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, പരിഹാര ബോധന പ്രവർത്തനങ്ങൾ. ഇത്രയാകുമ്പോൾ ടീച്ചറുടെ സൈഡ് പൂർത്തിയായി. പിന്നെ രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ക്ലാസ്സുകൾക്കൂടെ പോയി വിലയിരുത്തേണ്ട സംഗതികളാണ്. അതിൽ സാമൂഹ്യ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള സംഗതികൾ. നമ്മളെ പുറത്തുള്ള ആൾക്കാരെ ഇന്നലെ പയ്യനാട് സ്കൂളിൽ പോയപ്പോൾ സുമർവാശോട് ഉണ്ടോ എന്നറിയില്ല, 41 ലക്ഷം രൂപ പൊതുജന പങ്കാളിത്തത്തോടുകൂടി പിരിച്ചെടുത്താണ് ആ വിദ്യാലയത്തിൽ ഒരു കളിസ്ഥലം ഒരുങ്ങുന്നത്. വളരെ സന്തോഷം തോന്നി. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ബിരിയാണി ചാലഞ്ച് ഉൾപ്പെടെ ഒട്ടേറെ സാഹസികത നടന്നൊരു സംഭവം. ഞാൻ അരിപ്പറമ്പ് സ്കൂളിൽ ചെയ്തൊരു പണി, ഒരു 20 സെൻറ്റ് സ്ഥലം 60,000 രൂപ സെൻറ്റിന് വെച്ച് വാങ്ങാൻ വേണ്ടി പണിപ്പെട്ടത് എനിക്കറിയാം. അവിടെ ആകെ 12 ലക്ഷം രൂപയാണ് പിരിക്കേണ്ടി വന്നത്. അവിടെ 41 ലക്ഷം ഒരു LP സ്കൂളിൽ, അവിടെ LP ഉണ്ട്, UP ഉണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. എന്നിട്ട് തന്നെ ഒരു 12 ലക്ഷം പിരിച്ചെടുക്കാൻ വന്നൊരു ടാസ്ക് എത്രയെന്ന് അറിയാം. പക്ഷെ മാഷ അവിടെ സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടി, ഞാനൊരു ഉദാഹരണം പറയാം, പല സ്കൂളുകളും നടന്നിട്ടുണ്ടാവും, സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടി പഞ്ചായത്തിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനോ കിട്ടിയത് ആകെ 5ഉം 7ഉം 12 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ളതൊക്കെ MA യൂസുഫ് അലി സാഹിബിൻ്റെ 4 ലക്ഷം രൂപ ഉൾപ്പെടെ ഒട്ടേറെ പ്രവർത്തനം. അപ്പോൾ സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടി സ്കൂളിൻ്റെ ചുറ്റുപാട് മാറ്റിയെടുക്കാൻ ആവശ്യമായ സംഗതികൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. പിന്നെ ബാഹ്യതലം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള HMനെ പറയാം, പുറത്തുനിന്നുള്ള AEO, അതുപോലെ തന്നെ BPCമാർ, അതേപോലെ ഡയറ്റിൻ്റെ ഫാക്കൽറ്റി, ഇവർ വന്ന് വിലയിരുത്തുന്ന സംഗതികളാണ് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഫയലിലുണ്ടാകും. ഒന്ന് ഞങ്ങൾ നോക്കുന്നത് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടോ എന്ന് നോക്കും. അക്കാഡമിക് മാസ്റ്റർ പ്ലാന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ SRG വിളിച്ചു കൂട്ടി ആ ഒരു വർഷ സ്കൂൾ നടപ്പിലാക്കുന്ന സംഗതികളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വിലയിരുത്തൽ, ഒരു പ്ലാന് രൂപീകരിച്ചുകൊണ്ട് അതൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ആയിട്ടൊരു പുസ്തകം പോലെ രൂപത്തിലാക്കിയിട്ട് മാറ്റണം. ആ മാറ്റിയത് വളരെ മികച്ചതാണോ എന്ന് പരിശോധിക്കും. മെച്ചപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തണം. അതല്ല തീരെ രൂപീകരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന കാരണം ഞങ്ങൾ ആവശ്യപ്പെടും. രണ്ടാമത്തൊന്ന് പ്രവർത്തന കലണ്ടറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹ്രസ്വകാല ദീർഘകാല സ്കൂൾ പ്രവർത്തന കലണ്ടർ, അത് HMൻ്റെ റൂമിൽ വേണം. പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്, മാസ്റ്റർ പ്ലാൻ മേശപ്പുറത്ത് ഉണ്ടാവാറുണ്ട്. HMൻ്റെ സൈഡിൽ ഓരോ മാസവും കലണ്ടർ രൂപത്തിൽ, ഒരു മാസത്തെ കലണ്ടറിൽ ഇന്ന പ്രവർത്തനങ്ങളാണ് നടത്തുക എന്നുള്ളത് കൃത്യമായിട്ട് കലണ്ടർ രൂപത്തിൽ തയ്യാറാക്കാറുണ്ട്. അത് പരിശോധിക്കും. മൂന്നാമത്തേത് SRG സബ്ജക്റ്റ് കൗൺസിൽ പ്രവർത്തനങ്ങൾ. ഹൈസ്കൂളിലൊക്കെ ആകുമ്പോൾ SRGക്ക് പുറമെ സബ്ജക്റ്റ് കൗൺസിലുകൾ ഉണ്ടാവും, UP സ്കൂളിലുണ്ടാവും. ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം അധ്യാപകർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, എന്നിട്ട് അതിൽ രൂപപ്പെട്ട കാര്യങ്ങൾ SRGയിൽ അവതരിക്കുക, അജണ്ട മുൻകൂട്ടി നിശ്ചയിക്കുക, പഠന പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുക, ആസൂത്രണം ചെയ്യുക, കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് AEO തലത്തിൽ EPCമാരും അതുപോലെ ഡയറ്റ് ഫാക്കൽറ്റിയൊക്കെ അവർക്ക് പരിശോധിക്കും. 1 അക്കാഡമിക് മാസ്റ്റർ പ്ലാന്, 2 പ്രവർത്തന കലണ്ടർ, മൂന്നാമത്തേത് ഞാൻ പറഞ്ഞു SRG സബ്ജക്റ്റ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ, നാലാമത്തേത് ടീച്ചിങ് മാനുവൽ. അത് ഓരോ അധ്യാപകരും പരിശോധിക്കും. അപ്പോൾ ഞാൻ ഈ വന്ന വിരലിലൊന്നും ആരെയും ടീച്ചിങ് മാനുവൽ നോക്കിയിട്ടില്ല, ബോധപൂർവ്വമാണ് നോക്കാത്തത്. നമുക്കറിയാം നമ്മൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ കൃത്യമായി ഒരു വർഷത്തെ, അത് വോളിയം 2, 3 ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ വോളിയം തീരും, നമ്മൾ വരുമ്പോൾ പുതിയ വോളിയം തുടങ്ങേണ്ടി വരും, കാരണം പഴയ പുസ്തകം തീർന്നിട്ടുണ്ടാവും. എന്താണെങ്കിലും ഒരു ആസൂത്രണ രേഖ, പഠനാസൂത്രണ രേഖ അധ്യാപകൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ടീച്ചിങ് മാനുവൽ പരിശോധിക്കും. ഞാൻ മാത്രമല്ല വരിക എന്നുള്ളതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കൂടെ ഡയറ്റ് ഉണ്ടാവും, ഒപ്പം BPCമാരുണ്ടാവും, അവരുടെ കൂടെയുള്ള റിസോഴ്സ് ടീച്ചേഴ്സ് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അഞ്ചാമത്തേത് ക്ലാസ് റൂമിൻ്റെ പഠനാന്തരീക്ഷം. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ വരുന്നതോടുകൂടി ടീച്ചർ പ്രവർത്തനം നിർത്തി മൈക്ക് ഓഫ് ആക്കി പിന്നെ ബാറ്റൺ നമ്മളെ കയ്യിലേക്ക് കൈമാറും. അത് വേറൊരു തരം തന്ത്രമാണത്. പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്. പിന്നെ അവിടെ ടീച്ചർ എടുക്കുന്ന ക്ലാസ് നോക്കണില്ല. നമ്മൾ വരുമ്പോൾ വളരെ കുറച്ച് സമയം കിട്ടും എന്നുള്ളതുകൊണ്ട് വല്ലാതെ അതിലേക്ക് പോകാറില്ല. ഇനി വരുമ്പോൾ അങ്ങനെയല്ല, ടീച്ചറെ ക്ലാസ് വിസിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്.
കുറച്ച് നേരം ഇരുന്നിട്ട് അത് കേട്ടിട്ട് അതിൽ കുട്ടികൾ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തുക. അതാണ് ക്ലാസ് റൂമിൻ്റെ പഠനാന്തരീക്ഷം നോക്കുക. കുട്ടികൾക്ക് പങ്കാളിത്തം കൊടുക്കുന്നുണ്ടോ, പരിഗണന നൽകുന്നുണ്ടോ, പഠനോപാധികൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, പഠന പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ നടത്തുന്നുണ്ടോ, പഠിതാക്കൾ സജീവമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ അതിൽ പരിശോധിക്കും. പിന്നെ കുട്ടികളുടെ നോട്ട് പുസ്തകങ്ങളും പഠന തെളിവുകളും അത് പരിശോധിക്കും വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഗതിയൊക്കെ കുട്ടികളുടെ നോട്ട് പുസ്തകത്തിൽ വരുന്നുണ്ടോ, ആ വരുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് കൊടുത്തത്, എന്തൊക്കെയാണ് വന്നത് എന്നത് നോക്കും. പിന്നെ വായനാ പ്രവർത്തനങ്ങളും ലൈബ്രറി സംവിധാനവും. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ 3,000-4,000 പുസ്തകങ്ങളുടെ വലിയ ലൈബ്രറി ഉണ്ടാവും. ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അഭിമാനം തോന്നും. വലിയൊരു ഹാള് തന്നെ ചില സ്കൂളുകളൊക്കെ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടാവാറില്ല എന്നുള്ള സത്യമാണ്. പത്രങ്ങൾ അവിടെ കൊണ്ടുപോകാറില്ല എന്നുള്ള സത്യമാണ്. ആഴ്ചപ്പതിപ്പുകൾ പലതും വരും, പക്ഷെ അതൊക്കെ ലൈബ്രറിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അടുക്കി വെക്കുന്നൊരവസ്ഥ. എത്ര പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും പുസ്തകങ്ങൾ എല്ലാ കൊല്ലവും വാങ്ങാൻ കിട്ടും, ഫണ്ടുകൾ ചിലപ്പോൾ പുറത്തുനിന്ന് എല്ലാ കൊല്ലവും കിട്ടും. പക്ഷെ അതേസമയം കുട്ടികൾ വായന കീറുകയാണെങ്കിലും പുസ്തകങ്ങൾ കീറിക്കോട്ടെ, ചട്ട കീറിക്കോട്ടെ, സാധനം അവിടെ ഉണ്ടാവുമല്ലോ. കുട്ടികൾ വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവിടെ പുസ്തകം വെക്കണം. കുട്ടികൾക്ക് കൊടുക്കണ ലൈബ്രറി പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം വെക്കണം. അവിടെ ഇരുന്ന് വായിക്കുന്ന കുട്ടികൾ ഒരു പുസ്തകം അവിടെ വെറുതെ വെക്കുക, അവരൊക്കെ അവിടെ പേര് എഴുതിയിട്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അത് പരിശോധിക്കും വരുന്ന സമയത്ത് വായനാ പ്രവർത്തനങ്ങളും ലൈബ്രറി സംവിധാനവും. പിന്നെ നോക്കാനുള്ള ലാബ് പ്രവർത്തനങ്ങളാണ്. പലപ്പോഴും നമ്മൾ ലാബുകളൊക്കെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലുണ്ട്. ഹൈസ്കൂളിലൊക്കെ കുറച്ച് സജീവമാണെങ്കിലും LP UP വിദ്യാലയങ്ങളിൽ ലാബ് കാര്യമായിട്ട് പ്രവർത്തിക്കാറില്ല. ഇല്ല എന്ന് പറയുന്നത് 100% ശരിയല്ല, ചിലയിടത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ലാബിൽ വിവിധ ഉപകരണങ്ങളുടെ ക്രമീകരണം, അതിൻ്റെ വർഗീകരണം, അതുപോലെ പഠനാനുബന്ധമായി എല്ലാ കുട്ടികൾക്കും ലാബുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ, കുട്ടികൾ ഉപകരണം കൈകാര്യം ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും സുതാര്യമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശം. ലാബ് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. പിന്നെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ഒരു സ്കൂളിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവും. ആ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പരിശോധിക്കും. പിന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, CWSN കുട്ടികൾ, ആ കുട്ടികളെ വിലയിരുത്തലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും. അത് SRGയുമായി ബന്ധപ്പെട്ട് SRG യോഗം കൂടുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി എന്തെങ്കിലും ആസൂത്രണം ചെയ്യാറുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തത്, എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് പരിശോധിക്കും. പിന്നെ അവർക്കുള്ള സഹായം, വിവിധ ഏജൻസികളിൽ നിന്ന് ഇത്തരം കുട്ടികൾക്ക് കിട്ടുന്ന സഹായങ്ങൾ കൃത്യമായിട്ട് സ്കൂൾ അതിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ, അതിന് കൃത്യമായിട്ട് രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. പിന്നെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, പലപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുന്നൊരു സംഗതിയാണ് ആരോഗ്യ കായിക പരിശീലനം. ഏതെങ്കിലും ഒഴിവുള്ള സമയത്തൊക്കെ ഒഴിവുള്ള അധ്യാപകർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. അത് പരിശോധിക്കും. പിന്നെ ജൈവ വൈവിധ്യ ഉദ്യാനം, പലപ്പോഴും 10,000, 15,000 അല്ലെങ്കിൽ 5,000 ഒക്കെ PRCന്ന് കിട്ടും. പക്ഷെ അത് കിട്ടുന്നതോടുകൂടി നടപ്പിലാക്കുന്ന പരിപാടി അത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കും. അപ്പോൾ അതുണ്ടോ എന്നുള്ളത്, ശലഭോദ്യാനം ഉണ്ട്, അതുപോലെ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങളുണ്ട്, അത് പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കും. ഇത് നോക്കുക മാത്രമല്ല, കൃത്യമായി ഞങ്ങൾക്ക് ചെറിയ മോണിറ്ററിങ്ങിൻ്റെ പൈസ സർക്കാർ അനുവദിച്ചത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് അതിൻ്റെ കൂടെ വെച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് റിപ്പോർട്ട് വെക്കാൻ വേണ്ടിയല്ല, അതിപ്പോൾ കഴിഞ്ഞിട്ടൊന്നും ഒരു പൈസയും കിട്ടിയിട്ടില്ല, കിട്ടിയാലും ഇല്ലെങ്കിൽ പരിശോധിക്കാൻ വരും. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ തരുന്ന ഈ ഡാറ്റ അതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഉച്ചഭക്ഷണ കുടിവെള്ള സംവിധാനം. ഇനിയിപ്പോൾ ഈ അടുത്ത മാസങ്ങളിൽ കിണറുകളിലൊക്കെ വെള്ളം ചിലപ്പോൾ വറ്റാനും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുടിവെള്ളം കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അത് 6 മാസ ഇടവേളയിൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്യണം. അതുപോലെ ഉച്ചഭക്ഷണത്തിൻ്റെ 4 ഭാഗം അത് പാകം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ബ്ലീച്ചിങ് പൗഡർ മറ്റൊക്കെ ആരോഗ്യ പ്രവർത്തകർ ബന്ധപ്പെട്ട കിട്ടും. അതൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇട്ടുകൊണ്ട് വൃത്തിയുള്ള ചുറ്റുപാടിലാണ് അത് ഉണ്ടാക്കണമെന്നുള്ളത് പിന്നെ ബോധ്യപ്പെടണം. അതുപോലെ വേനൽക്കാല പച്ചക്കറി കൃഷികൾ തൊട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാചകപ്പുരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരിശോധിക്കും. ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും, സ്കൂളിലുള്ള വിവിധ വേസ്റ്റുകൾ അതെങ്ങനെയാണ് തരംതിരിക്കുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ടോയ്ലറ്റുകളുടെ കാര്യം അതൊക്കെ കയറി പരിശോധിക്കും. എല്ലാ ടോയ്ലറ്റിലൊക്കെ കയറി കുട്ടികൾക്ക് കൃത്യമായിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യാനുള്ള സംവിധാനം, അതുപോലെ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് മോണിറ്ററിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ശേഷം ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സാമൂഹ്യ പങ്കാളിത്തം, രജിസ്റ്ററുകൾ പരിശോധിക്കാനുണ്ട്. രജിസ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവരെ ഒന്ന് ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ, ഇത് HMൻ്റെ കയ്യിലാണ് വേണ്ടത്. അധ്യാപകർ ടീച്ചിങ് മാനുവൽ തരുമ്പോൾ ഓരോ മാസവും ഒരു അധ്യാപകർ പേജ് വെച്ച് ഏതൊക്കെ സമയങ്ങളിൽ തന്നോ അത് നോക്കിക്കൊടുത്തു എന്നുള്ള രജിസ്റ്റർ, ടീച്ചിങ് മാനുവലിൻ്റെ രജിസ്റ്റർ. അവരെ ക്യാഷ് ബുക്ക് മെയിൻ്റെനൻസ് രജിസ്റ്റർ, ക്യാഷുകൾ എപ്പോഴും ഓഫീസുകളിൽ വരുന്നുണ്ടാവില്ല. അതൊന്നുകൂടി പറയുകയാണ്, സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, അത് AE ഓഫീസിൽ ആയിക്കൊള്ളുന്നതില്ല, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ സ്കൂളിൽ കയറി വരുമ്പോൾ
ക്യാഷ് ബുക്ക് അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഒരു സ്കൂളിൽ ചെന്നപ്പോൾ 6 മാസത്തെ ക്യാഷ് ബുക്ക് എഴുതാത്ത സ്കൂളുണ്ട്. ഏതാണെന്നൊന്നും ചോദിക്കരുത്, അങ്ങനത്തെ സ്കൂളുകൾ നമ്മുടെ സബ് ജില്ലയിലുണ്ട്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പരിശോധിക്കാൻ പറ്റുന്ന സമയത്ത് ക്യാഷ് ബുക്ക് അപ്ഡേറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇന്ന ദിവസം ശരിക്കും വേണ്ടത് അതാ ദിവസം തന്നെ, ഇല്ലെങ്കിൽ നോ ട്രാൻസാക്ഷൻ എഴുതുകയാണ്. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ 1, 2, 3 ദിവസം വരെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നോ ട്രാൻസാക്ഷൻ എഴുതിയിട്ട്, ശരിക്കും അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. അതാത് ദിവസം എന്തെങ്കിലും ഇല്ലെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് വെച്ച് അവിടെ ഒപ്പിട്ട് വെക്കണമെന്നാണ്. കാരണം ഏത് സമയത്ത് നമ്മുടെ കയ്യിൽ ഏത് ഫണ്ട് വന്നു എന്നുള്ളത് പറയാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ഇന്നത് വരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ അതാ ദിവസം തന്നെ രേഖപ്പെടുത്തി വെക്കണം. പിന്നെ മൂവ്മെൻറ്റ് രജിസ്റ്റർ ഓഫീസിൽ വന്നാൽ കാണാൻ സൂപ്രണ്ടിൻ്റെ മുമ്പിലുണ്ടാകും മൂവ്മെൻറ്റ് രജിസ്റ്റർ. അവിടുത്തെ ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് പോകുമ്പോൾ അതിൽ എഴുതിയിട്ടാണ് പോവുക. വരുന്ന സമയം രേഖപ്പെടുത്തും. അപ്പോൾ മൂവ്മെൻറ്റ് രജിസ്റ്റർ കൃത്യമായിട്ട് ഓഫീസുകളിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി, ഇപ്പോൾ ഞാൻ ചില സ്കൂളുകളൊക്കെ ചെല്ലുമ്പോൾ HM ഇങ്ങോട്ടേക്ക് വയ്ക്കുക എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് വയ്ക്കണമെന്ന് ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഒരു മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ ഒന്നും വരാനില്ല. ആരും അത് വെച്ച് നിങ്ങൾ ആരും ശമ്പളം വെട്ടിക്കുറക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ബൈ ചാൻസ് സംഭവിച്ചാൽ അല്ല ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേറൊരു ഉദ്യോഗസ്ഥൻ നമ്മളല്ലാത്ത പുറത്തൊരു ഏജൻസി നമ്മൾ പോയി എന്നുള്ളതിൽ തെളിവ് മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ എഴുതലാണ്. അത് നമ്മളും എഴുതി നമ്മളെ മറ്റ് സ്റ്റാഫിനെ കൊണ്ട് പോകുമ്പോൾ ഒപ്പിക്കും ചെയ്യാം. പിന്നെ ക്യാഷ്വൽ ലീവിൻ്റെ രജിസ്റ്റർ, അത് തന്നെ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ക്യാഷ്വൽ ലീവ് രേഖപ്പെടുത്താൻ പാടില്ല. ഇന്ന് വരാത്ത അധ്യാപകൻ ഇന്ന് തന്നെ ക്യാഷ്വൽ ലീവ് ഇടണം. അതെന്താ വെച്ചാൽ 12 മാസം 31-ാം തീയതി കൂടി ക്യാഷ്വൽ ലീവ് അവസാനിക്കും. ജനുവരി മുതൽ പുതിയ ക്യാഷ്വൽ ലീവ് തുടങ്ങും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കാതിരിക്കാൻ വേണ്ടി അതാത് ദിവസം തന്നെ ക്യാഷ്വൽ ലീവ് രേഖപ്പെടുത്തി വെക്കുക. ഈ CL കിട്ട അതിൻ്റെ ഇടയിൽ M ഇടാനുള്ള സ്ഥലം വെച്ചാൽ മതി. ഇനി അഥവാ ഇയാളത് കമ്പ്യൂട്ടർ ലീവ് ആക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ഇടയിൽ ഒരു M ഇടണമെന്നുണ്ടെങ്കിൽ CM L ഒന്ന് ലേശം വിട്ടു വെച്ചാൽ ആവശ്യമെങ്കിൽ വേണമെങ്കിൽ അത് CML ആക്കാം. എല്ലാവരും ഓടിക്കാണ് പോയതെങ്കിൽ അറിയിക്കാതെ പെട്ടെന്ന് പോകേണ്ടി വന്നെങ്കിൽ C എന്നുള്ളത് O എന്നും ആക്കാം, L എന്നുള്ളത് D എന്നും ആക്കാം. അതിനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ എന്നാലും അവിടെ ചുവന്ന മഷിയിൽ ആ സംഗതി ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. അത് CL ആണെങ്കിൽ CL, ഓടിക്ക് എന്താണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം. നമുക്ക് ഒരാൾ പോകുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ, അത് കൊടുക്കുക. ക്യാഷ്വൽ ലീവ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലീവ് ചുവന്ന മഷിയിൽ അവിടെ നിന്ന് രേഖപ്പെടുത്തി വെക്കുക. പിന്നെ ഫണ്ടുകളുടെ വിനിയോഗ രജിസ്റ്റർ നിർബന്ധമാണ്. കാരണം ഒരു ഹെഡ്മാഷ് മാറിയിട്ട് വേറെ ഹെഡ്മാഷ് വരുമ്പോൾ പലപ്പോഴും ഏത് ഫണ്ടാണ് വന്നത് ഏതൊക്കെയാണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് അക്കൗണ്ടിൽ പൈസ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2,00,000 രൂപയുള്ളൂ. ഇത് എവിടുന്ന് വന്നു എന്ന് അയാൾക്കും അറിയില്ല, ഓഫീസിലും അറിയില്ല. അത് തിരിച്ചടക്കാൻ ഏത് അക്കൗണ്ടിൽ അടക്കണമെന്നും അറിയില്ല. അപ്പോൾ ഇതുവരെ NLC കൊടുക്കാനായിട്ട് ദിവസം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ സുഹൃത്താണ്. എന്നാലും ദിവസം വിളിച്ച് ചോദിക്കും ആയോ കാരണം അതിന് തെളിവില്ല. പേര് ഫണ്ട് കിട്ടുമ്പോൾ ഒരു രജിസ്റ്റർ അവിടെ സൂക്ഷിക്കുക. അത് പിന്നെ LSSൻ്റെ ആണെങ്കിലും USSൻ്റെ ആണെങ്കിലും കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് പോകണമെങ്കിൽ നമ്മളതിൽ വന്നിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് രേഖപ്പെടുത്തി വെക്കുക. അതേപോലെ യൂണിഫോമിൻ്റെ പൈസ, ഇങ്ങനെ ഓരോന്ന് HM മാറി വരും. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുക. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ, അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം അറിയാലോ, UID ഇല്ലാത്ത കുട്ടികളെ UID ചേർക്കാൻ 2 ദിവസം കൊടുത്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ സർക്കാർ പുതിയൊരു ഓർഡർ ഇറക്കിക്കൂടായില്ല, പറയാൻ പറ്റില്ല, സർക്കാരാണ് ചെയ്യേണ്ടത്. അന്ന് പിന്നെ 6-ാം പ്രവൃത്തി ദിവസം UID ഇല്ലാത്തതിൻ്റെ പേരിൽ കുറേ വിദ്യാലയങ്ങൾ മണ്ണാർക്കാട് സബ് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 5-8 ആൾക്കാരെ പോസ്റ്റ് പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു പക്ഷേ സർക്കാർ സഹായം എന്നുള്ള നിലക്ക് അന്ന് UID ഇല്ലാത്ത കുട്ടികൾക്ക്, രജിസ്റ്ററിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ UID കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവസരം കിട്ടിക്കൂടായില്ല. അത് പറയാൻ പറ്റില്ല, സർക്കാർ ഉത്തരവ് ഇറക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് അഡ്മിഷൻ രജിസ്റ്റർ പൂരിപ്പിച്ച് വെക്കുക. ഹാജർ പുസ്തകങ്ങൾ, എല്ലാ ദിവസവും ഹാജർ പുസ്തകങ്ങൾ രേഖപ്പെടുത്തണം. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ DD ഒക്കെ ഒന്നിച്ച് സ്കൂളുകളിൽ വിസിറ്റ് ചെയ്തു. ആ ദിവസം ചില സ്കൂളുകളിൽ ചെന്നപ്പോൾ ദിവസങ്ങളായിട്ട് പട്ടിക എഴുതാത്ത സ്കൂളുകളിൽ ന്യൂൺമീലിൻ്റെ രജിസ്റ്റർ മാസമായിട്ട് ന്യൂൺമീലിൻ്റെ രജിസ്റ്ററിൽ തൊടാത്ത ആൾക്കാരുടെ മാസത്തിൻ്റെ പേര് മാത്രം എഴുതി വെച്ച്, കുട്ടികളുടെ പേര് മാത്രം എഴുതി വെച്ച് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ അതായത് ദിവസങ്ങൾ, അതിനൊക്കെ ചെറിയൊരു സമയം ആവശ്യമുള്ളൂ. പട്ടിക കൃത്യമായിരിക്കണം. കുട്ടികളുടെ ഹാജർ പുസ്തകം, ചിലപ്പോൾ കുട്ടികൾ ലീവായിരിക്കും, അപ്പോൾ എല്ലിരുന്നോ അതല്ലെങ്കിൽ ആബ്സെൻ്റ് ആണെങ്കിൽ ആബ്സെൻ്റ് ഒന്നോ വെക്കുക. നമ്മൾ എന്തായാലും അതിലൊന്നും കുറവ് വരുത്തണ്ട. ഏത് സമയത്തും പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ബോഗസ് അഡ്മിഷൻ, ഇന്നലെ DGയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു. DGയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ DGയുടെ മീറ്റിങ്ങിൽ 7,000 കുട്ടികളാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ്. ഇതെങ്ങനെയെന്നുള്ള കണ്ടെത്തണം എന്നാണ് സാറ് പറഞ്ഞത്. എങ്ങനെ പോയി 7,000? ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ്റിന്ന് എയ്ഡഡോ എയ്ഡഡിന് അൺഎയ്ഡഡോ അല്ല, ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് ഈ 3 വിദ്യാലയങ്ങളിൽ കണക്കെടുത്തതിൻ്റെ ശേഷം വരണം. അപ്പോൾ എന്തായാലും അൺഎയ്ഡഡിലേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. എവിടെ ആ കുട്ടികളുണ്ട്, അതല്ലെങ്കിൽ അത്ര കുട്ടികൾ ബോഗസ് ആയിട്ട് കിടക്കുകയാണ്. ഒരേ കുട്ടികൾ തന്നെ. ഇപ്പോൾ ഇന്നലെ DA കൊടുക്കുന്ന മറുപടിയാണ് കേട്ടു. 10-ാം ക്ലാസ്സിൽ നിന്ന് 8-10 കുട്ടികൾ വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 6-ാം പ്രവൃത്തി കുട്ടികളുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികൾ ബോഗസ് ആയതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു, 6-ാം പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തു. അതല്ലാതെ വേറെ മറുപടി ഇല്ല എന്നാണ്.
അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം. ബോഗസായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ് ജില്ലയിൽ തന്നെ ഒരു സ്കൂളിൽ സർക്കാർ ആവശ്യപ്പെട്ടത് ആ കുട്ടികൾക്ക് കൊടുത്ത യൂണിഫോമിൻ്റെ പൈസ, ആ കുട്ടികൾക്ക് കൊടുത്ത അരിയുടെ പൈസ, അതുപോലെ സ്കോളർഷിപ്പ് പൈസ, അങ്ങനെ ഒരുപാട് ഐറ്റം ഈ പൈസ ക്ലാസ് അധ്യാപകരിൽ നിന്നും പ്രധാന അധ്യാപകരിൽ നിന്നും ഈടാക്കി അതിൻ്റെ കൃത്യമായ ഡാറ്റ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും ബോഗസ് അഡ്മിഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട. ഒരു പക്ഷേ മാനേജർമാർ നമ്മൾ നിർബന്ധിച്ചേക്കാം, അവിടെ നമ്മൾ വീണ് പോകരുത്. കാരണം നമ്മളെ സർവീസാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. പിന്നെ ലോഗ് ബുക്ക്, സ്കൂളിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളൊന്ന് രേഖപ്പെടുത്തി വെക്കാൻ. ഒരുപാട് പണികൾ ഒരു കൊല്ലം സ്കൂളിൽ നടക്കും. അപ്പോൾ അത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക, ഇന്നെ നടന്നു അടുത്ത ദിവസം. അപ്പോൾ നമുക്ക് കൊല്ലത്തെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് അതിൽ എഴുതാൻ കഴിയും. പിന്നെ സന്ദർശക ഡയറി, അത് ഞാൻ പറയാറുണ്ട്, AO DO പോലത്തെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ വരുമ്പോൾ കൊടുക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. അത് മേശപ്പുറത്ത് വേണം. HM പുറത്ത് പോകുകയാണെങ്കിലും അത് പൂട്ടി വെച്ച് പോകരുത്, അവിടെ രേഖപ്പെടുത്തി വെക്കാൻ വേണം. അതിന് പുറമെ വിസിറ്റേഴ്സ് വരുമ്പോൾ രേഖപ്പെടുത്താൻ വേണ്ടി വിസിറ്റേഴ്സ് ഡയറിയും വേണം. പിന്നെ മറ്റൊന്ന്, പ്രധാനാധ്യാപകരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രഥമാധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിംഗ് ഡയറി പറ്റൂലേ? ക്ലാസ് മോണിറ്ററിംഗ് ഡയറി നിർബന്ധമാണത്. നമ്മൾ ഏതൊക്കെ ക്ലാസ്, ഒരു ദിവസം ഒരു ക്ലാസ്സിലെങ്കിലും പോകാനോ, കുറച്ച് സമയം ക്ലാസ്സിൽ നിന്ന് പോയിരുന്നിട്ട് അവിടെ നമ്മൾ പോയിരുന്നാൽ തീർച്ചയായിട്ടും ക്ലാസ് മെച്ചപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ല ദിവസം എൻ്റെ ക്ലാസ്സിൽ പോകുന്നൊന്നും പറയണ്ട. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു, അവിടെ ഒരു 10 മിനിറ്റ് ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കണോ. ഈ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. പുറത്തൊരു കസേര ഇട്ടിട്ട് വരാന്തയിൽ ഇരിക്കാമല്ലോ, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്താമല്ലോ. അപ്പോൾ അങ്ങനെ വിലയിരുത്തിയ ഒരു മോണിറ്ററിംഗ് ഡയറി നമ്മുടെ മേശപ്പുറത്ത് വേണം. അത് ഞങ്ങൾ വരുമ്പോൾ പരിശോധിക്കും. ജനുവരി മുതലെങ്കിലും, ഇതുവരെയുള്ള പോട്ടെ, ജനുവരി മുതലെങ്കിലും ഒരു മോണിറ്ററിംഗ് ഡയറി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. പിന്നെ അക്യുമുലേറ്റഡ് ആൻഡ് അൺസ്പെൻഡ് ബാലൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ചില സ്കൂളുകളിലൊക്കെ പല ഫണ്ടുകൾ വന്ന് തിരിച്ചെടുക്കാതെ കൊടുക്കാതെ അക്യുമുലേറ്റഡ് ആയി കിടക്കുന്ന സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ ഹൈസ്കൂളിൽ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്കുണ്ടാവും. ആ ബാലൻസിൻ്റെ രജിസ്റ്റർ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടി രജിസ്റ്റർ. ഒരു അധ്യാപകൻ വന്നിട്ടില്ലെങ്കിൽ മറ്റു ചില അധ്യാപകർക്ക് ക്ലാസിൻ്റെ ചുമതല കൊടുക്കും. ചിലപ്പോൾ പലപ്പോഴും പറയാനുള്ള ഒന്നാമത്തെ ടീമിൽ അധ്യാപകൻ വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകന് നിങ്ങൾ ആ ചാർജ് കൊടുക്കണം. കൊടുത്തുകൊണ്ട് അവിടുത്തെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. ഒരു കുട്ടിയെ പറ്റി ഒരു രക്ഷിതാവ് ആവശ്യപ്പെടുമ്പോൾ ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുട്ടി വന്നോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ കുട്ടിയുടെ അറ്റൻഡൻസ് ഫസ്റ്റ് പീരീഡ് രേഖപ്പെടുത്തണം. അല്ലാത്ത പീരീഡ് ഒഴിവുള്ള ക്ലാസ്സുകളിൽ ആൾ പോകാനുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സുകാരുടെ അതിൻ്റെ ചാർജ് കൊടുക്കുക. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാളോട് ചോദിക്കുന്നുള്ള ഒരു വിവരം നിങ്ങൾ അവരോട് പറയുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പല സ്കൂളുകളിലേക്ക് നമ്മൾ DED കുട്ടികളെ വിട്ടിട്ടുണ്ട്. DED കുട്ടികളെ വിടുമ്പോൾ ഞാൻ ചില സ്കൂളുകളൊക്കെ പേര് വെട്ടിയിട്ടുണ്ടായിരുന്നു. വെട്ടാൻ കാരണം 4 ക്ലാസ്സുകളിലോട്ടേക്ക് 4 DED കുട്ടികളെ വിട്ടാനുള്ള അവസ്ഥ എന്താ? കഴിഞ്ഞെല്ലാം PTA പരാതി വന്നു, ക്ലാസ്സിൽ അധ്യാപകർ പോകുന്നില്ല, DED കുട്ടികളെ മാത്രം ഉപയോഗിച്ചു. ഒരുപക്ഷെ അവർക്ക് അനുഗ്രഹം കുട്ടികൾക്കത്, കാരണം നമ്മൾ ചെയ്യണ പോലെയല്ല, ഒരുപാട് പുതിയ മേമ്പൊടികളൊക്കെ ചേർക്കാൻ DED കുട്ടികൾ ചെയ്യാം. എങ്കിൽ പോലും ക്ലാസ് അധ്യാപകരുടെ വലിയ മേന്മ രക്ഷിതാവ് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് അധ്യാപകർ എത്തിയിട്ടില്ലെങ്കിൽ രക്ഷിതാവിൻ്റെ അടുത്ത് കൃത്യമായ വിവരം കിട്ടും. അപ്പോൾ 4 2 കുറച്ചിട്ടുണ്ട്, 7 3 കുറച്ചിട്ടുണ്ട്. അവർ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം കോട്ടപ്പാട് സ്കൂളിൽ ഹൈസ്കൂളിൽ ഒരു പരിപാടിക്ക് പോയാണ്, അക്ഷരജ്യോതി എന്നാണ് അതിൻ്റെ പേര്. അവിടെ ചെയ്തത് 5 BED കുട്ടികൾ, നമ്മളെ കടത്തനാട്ടിലെ BED കോളേജിൽ 5 കുട്ടികളവിടെ വന്നു. ആ 5 കുട്ടികളെ കൊണ്ട് അവർ ചെയ്തത്, അവരെ ക്ലാസ് 2 പീരീഡുകളേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പീരീഡുകളിൽ പിന്നോക്കം നിൽക്കുന്ന 83 കുട്ടികളെ UP സ്കൂളിൽ കണ്ടെത്തി. എന്നിട്ട് അവർക്ക് അക്ഷരം പഠിപ്പിക്കാനും കൂട്ടിവായന പഠിപ്പിക്കാനും ചെറിയ കണക്കുകൾ പഠിപ്പിക്കാനൊക്കെ നിന്നപ്പോൾ 3 മാസം അവർ നിന്ന് പോയപ്പോഴേക്ക് ആ കുട്ടികളെ അവതരിപ്പിച്ചു, ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു. വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഇപ്പോൾ DED BED കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അധിക പ്രവർത്തനം എന്ന നിലയ്ക്ക് അവർക്ക് കുറച്ചും കൂടി താല്പര്യമാകും. ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമല്ലേ. അപ്പോൾ ആ താല്പര്യം മുതലെടുത്തുകൊണ്ട് പരമാവധി അവരെ മുതലെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ചില നമ്മുടെ സ്കൂളിൽ നമുക്ക് മാത്രം ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാനും അതോടൊപ്പം അവർക്കും തന്നെ പഠനത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അത് പിന്നീട് സ്കൂളുകളിൽ പോകുമ്പോൾ അവർക്കൊരു വലിയ അനുഭവമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇവർക്കാണ് കൂടുതൽ സമയം വേണ്ടത്. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹൈസ്കൂൾ HMമാരെ കുറച്ച് നേരം ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. അവർക്കും കൂടി വേണ്ടതാണത്. HM കോൺഫറൻസ് അടുത്ത ദിവസം ചേരുന്നുണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ SLC മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ്. ശനിയാഴ്ച കേട്ടിട്ടുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ഇവർ കോഴിക്കോടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ കലാമേളകൾക്കും കായികമേളകൾക്കും സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ടേം കൃത്യമായിട്ട് വെറും സ്കൂൾ പരിപാടികൾക്കല്ലാതെ അവസാനത്തെ ടേമിൽ യാത്രയയപ്പുണ്ടാവും, സ്കൂൾ വാർഷികങ്ങളുണ്ടാവും,
അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കാതെ പരമാവധി 2 മാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകൾ ഗുണാത്മകമായ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ SRG കൂടി നിർബന്ധമായിട്ട് SRG കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇത് അവരെ കയ്യിൽ കൊടുക്കണം. HM-മാർ വിലയിരുത്താൻ വരുമെന്ന് പറയണം. അതോടൊപ്പം തന്നെ HM-മാർ വിലയിരുത്തിയ രേഖ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ വിലയിരുത്തിയ രേഖ DD-ക്കും കൊടുക്കാനുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കും എന്നുള്ളത് നിങ്ങളോട് പറയണം. വലിയ പ്രയാസമൊന്നും തോന്നരുത്. അതൊരിക്കൽ കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഒമ്പത് വർഷമല്ലേ 30 വർഷം 9 ഭാഷ പറയും.